ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ റവറൻഡ് സിസ്റ്റർ സോഫി റോസ് CMC, സ്വാഗതം ആശംസിച്ച ബഹുമാന്യയായ നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ മേരി ജോസഫ്, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി യോസിമോൾ ജോർജ്, ബഹുമാന്യനായ റവറൻഡ് ഫാദർ ജോബി മുരളി, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആനന്ദ് വെഞ്ഞിക്കാരൻ, ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ ജിം അലക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സ്മിത ബിനു, നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ PC മനോജ്, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഇസ ജോൺ തുടങ്ങി പേരിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, ആത്മീയ സെൻറ്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിൽ നിരവധി പ്രാവശ്യം വരാനും ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളുമായി സൗഹൃദം പുലർത്താനും ഈ കാലഘട്ടത്തിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അപ്പൂക്കര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ള സ്കൂളും സെൻറ്റ് ഫിലോമിനാസ് സ്കൂളാണ് എന്ന കാര്യം എടുത്ത് അഭിമാനത്തോടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഓരോ ഘട്ടത്തിലും അവിടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കുഞ്ഞുങ്ങളെ ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിച്ചുകൊണ്ടും അവരുടെ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഏറ്റവും നല്ല കരുതലും അതോടൊപ്പം തന്നെ കൈത്താങ്ങുമായി നിന്നുകൊണ്ടും പ്രവർത്തന ശൈലികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ മാനേജ്മെൻറ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഹെഡ്മിസ്ട്രസും അധ്യാപകരും മറ്റെവിടെയുള്ളതിനേക്കാളും ഏറ്റവും നല്ല സ്നേഹവാത്സല്യത്തോടു കൂടി തങ്ങളുടെ കുഞ്ഞുങ്ങളെ മക്കളെപ്പോലെ കരുതി അവരെ പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കൈപിടിച്ചുയർത്താൻ അവർ കാണിക്കുന്ന ജാഗ്രതയും അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണവും ഏറ്റവും അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് സഞ്ചാരയോഗ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന ആവശ്യം ഈ ജില്ലയിൽ MLA ഫണ്ടിൽ നിന്ന് മാനേജ്മെൻറ്റ് സ്കൂളിന് വണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഏക സ്കൂൾ ഇതാണ്, ഏക MLA ന്യായമാണ് എന്ന കാര്യം സൂചിപ്പിക്കുക. അത് കൊടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സാധാരണഗതി ഫിനാൻസ് തന്നെ അനുമതി തരില്ല. മന്ത്രിയായതുകൊണ്ട് മാത്രം ഫിനാൻസിൻ്റെ പ്രത്യേക പെർമിഷൻ വാങ്ങി ആ കാര്യം അനുവദിച്ച് പിന്നീട് നമ്മൾ പണം ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. അതേപോലെ തന്നെ അടുത്ത ആവശ്യം പറഞ്ഞിട്ടുള്ള 10 കമ്പ്യൂട്ടർ ഞാൻ പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കൽപ്രോം തരുന്ന താമസം മാത്രമേ ഉള്ളൂ. ആ കാര്യം നിങ്ങൾക്ക് ഈ സ്കൂൾ വർഷത്തിൽ തന്നെ ലഭിക്കും എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ്. തുടർന്ന് വീണ്ടും നമ്മുടെ ഹെഡ്മിസ്ട്രസ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണിക്കുമെന്ന കാര്യം തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. അത് തുടർന്ന് പരിഗണിക്കുമെന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്കൂളിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു കാരണം, അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സോഫി റോസ് സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ചാവറയച്ചൻ നവോത്ഥാന നായകരിലെ ആദ്യപതികനാണ്. 1805 കൈനഗിരി ഗ്രാമത്തിൽ ജനിച്ച അച്ഛൻ യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ വഴികാട്ടിയായി മാറിയ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് വിശുദ്ധ ചാവറയച്ചൻ്റേതാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാം. അത് വെറുതെയാണ് പറയുന്നത്. ചാവറയച്ചൻ യഥാർത്ഥത്തിൽ ആദ്യം അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങളും വേദനകളും, തൻ്റെ പിതാവ് കോളറ വന്ന് മരിക്കുന്നു, ആദ്യത്തെ വെല്ലുവിളിയായിരുന്നു വൈദിക പഠനത്തിന് പോയപ്പോൾ. രണ്ടാമത് മാതാവ് മരിക്കുന്നു, കോളറ വന്ന് വീണ്ടും അടുത്ത വെല്ലുവിളി. ഈ പഠനം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇതുപോലെ തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ വന്നപ്പോൾ പള്ളിപ്പുറം സെമിനാരിയിൽ നിന്ന് പഠനം തന്നെ നിർത്തി തിരിച്ചു വരണമെന്ന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നൊരവസ്ഥ വന്നപ്പോൾ ചാവറയച്ചൻ ധ്യാനത്തിലിരുന്നു. ധ്യാനത്തിലിരുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തു, ഞാൻ വീട്ടിൽ നിൽക്കുന്നില്ല, വീട്ടിലെ ആവശ്യം ന്യായമാണെങ്കിലും പള്ളിപ്പുറം ക്യാമ്പിലേക്ക് വീണ്ടും പോയി സെമിനാരിലേക്ക് പോയി വൈദിക പഠനം തുടരണം എന്ന് അദ്ദേഹം തീരുമാനിക്കുക. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം
പിന്നെ അവശേഷിച്ച ചേട്ടൻ്റെ മക്കൾക്കൊക്കെയായി എഴുതി കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സമർപ്പിത ജീവിതവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തൻ്റെ ബാല്യം മുതൽ തൻ്റെ യൗവനം മുതൽ തൻ്റെ കൗമാരത്തിലും യൗവനത്തിലുമെല്ലാം ഉയർന്ന ചിന്തകൾ ഉന്നതങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പള്ളിപ്പുറം സെമിനാരിയിൽ നിന്ന് വൈദിക വൃത്തി പൂർത്തിയാക്കി വൈദികനായതിനു ശേഷം തുടർ പഠനത്തിനുമായി അദ്ദേഹം വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തി തുടർ വിദ്യാഭ്യാസവും നേടി. ആ നേടിയ വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ ഒരുപക്ഷെ വലിയ വെല്ലുവിളി അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാണിച്ച പ്രവർത്തനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി പല പുസ്തകങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മുടെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ അച്ചടി ആരംഭിച്ചത് 1846 1846 മാന്നാനത്ത് അച്ചടി ആരംഭിക്കാൻ പ്രസ് വാങ്ങിക്കുന്നതിന് അന്ന് പ്രസ് കാണാനുള്ള അവസരം 1821 ബെഞ്ചമിൻ പേരി കൊണ്ടുവന്ന CMS മിഷണറിയുടെ കിട്ടിയില്ല. അതിന് പിന്നീട് അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭാഗത്ത് അന്ന് സ്വാതി തിരുനാൾ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു പ്രസ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ആ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന പ്രസ് കാണാൻ അനുമതി ചോദിച്ച് അന്ന് സ്വാതി തിരുനാളിന് അപേക്ഷ കൊടുത്തു ചാവറയച്ചൻ. അവസാനം രാജാവ് അനുവദിച്ചു കാണാൻ ആ പ്രസ്. കുട്ടിയേറക്കാരനൊരു ആശാരിയും കൂട്ടി അദ്ദേഹം വാഴപ്പിണ്ടിയിൽ ആദ്യം പ്രസിന്റെ രൂപം ഉണ്ടാക്കി, പിന്നീട് തടിയിൽ കൊത്തിയെടുത്ത് തിരിച്ച് മാന്നാനത്ത് വന്ന് പ്രസ് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെയാണ് 1846 മാന്നാനത്ത് ആദ്യമായി പ്രസ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായത് എന്ന ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര ഭാഗമാണ്. അങ്ങനെ ആരംഭിച്ചുകൊണ്ടാണ് പിന്നീട് നിധീരിക്കൽ മാണിക്കത്തനാൾക്ക് ദീപിക പത്രം ആരംഭിക്കാൻ സൗകര്യം കിട്ടി. മാസികയായി 3 മാസം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ദീപിക ആരംഭിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ചാവറയച്ചൻ്റെ ഈ പ്രയാണം എന്ന് പറയുന്നത് അന്ന് ചാവറയച്ചൻ ഇത്തരത്തിലുള്ള വിപ്ലവകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് വരാൻ മറ്റൊരു പ്രചോദനം കൂടിയുണ്ട്. ഇറ്റലിയിൽ വന്നിരുന്ന മറ്റൊരു ബിഷപ്പിന്റെ മുമ്പിൽ ധ്യാനത്തിന് വേണ്ടി ചാവറയച്ചൻ പോയി വനാന്തരങ്ങളിൽ പോകാനുള്ള അനുമതി ചോദിച്ചു. അനുമതി ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ബിഷപ്പ് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, എന്തിനാണ് ധ്യാനത്തിന് വനാന്തരങ്ങളിൽ പോകുന്നത്? അത് നാട്ടുപുറത്തിൽ ആശ്രമം കെട്ടിയാണെങ്കിൽ വരും തലമുറയ്ക്ക് അത് പ്രയോജനം ചെയ്യില്ലേ? അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ശരി എന്ന് തോന്നിയ ചാവറയച്ചൻ തൻ്റെ സഹപ്രവർത്തകരായ 2 പേരെയും കൂട്ടി അതിരപ്പുഴ വന്ന് വള്ളത്തിലിറങ്ങി മാന്നാനത്ത് കുറുക്കനും പൂമനും പോകുന്ന കാലഘട്ടത്തിൽ വനാന്തരത്തിൽ വന്ന് ആ കുന്നിൻ മുകളിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 അച്ഛന്മാരും വഴിക്ക് വീണു. ചാവറയച്ചൻ മാത്രം വീണില്ല. അദ്ദേഹം മാന്നാനം കുന്നുപുറത്തെത്തി അവിടെ വാഴപ്പിണ്ടി കുഴിച്ചു നാട്ടി ആദ്യത്തെ ആശ്രമത്തിന് തുടക്കം കുറിക്കുന്ന പ്രവർത്തനം അവിടെ ചിട്ടപ്പെടുത്തി. അങ്ങനെയാണ് മാന്നാനം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ ഹബ്ബായി വരാൻ ഇടവന്നത് ചാവറയച്ചൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും വിദ്യാഭ്യാസ രംഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അധമമായ ആഗ്രഹത്തിൻ്റെയും ഭാഗമാണ്. അങ്ങനെയാണ് 1846 ആദ്യത്തെ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതും ഒപ്പം ഈ പ്രസ് സ്ഥാപിച്ചതും. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാരണക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, അത് ചാവറയച്ചൻ തന്നെയാണ് എന്ന അഭിമാനത്തോടെ പറയും. ഇത് മാത്രമല്ല, അതിനും അപ്പുറത്തൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ച ഒരു കാര്യം ആവർത്തിച്ച് ഞാൻ പറയട്ടെ. ആ കാലഘട്ടം നിങ്ങൾ ആലോചിക്കണം. ആ കാലഘട്ടം എന്ന് പറയുന്നത് മുട്ടിന് താഴെ മുട്ടുകൊടുക്കാൻ പിന്നോക്കക്കാർക്ക് അവകാശമില്ല, മാറി മറയ്ക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ല, വഴി നടക്കാനും വർത്തമാനം പറയാനും സംഘടിക്കാനുള്ള അവകാശമില്ല. 1839 കാലഘട്ടം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് സൂചിപ്പിച്ചത്. ആ സന്ദർഭത്തിലെല്ലാം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം ഉള്ള ഒരു കാലഘട്ടം, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളത് വെച്ചാൽ പിന്നോക്കക്കാർക്ക് സ്കൂളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ചാവറയച്ചൻ്റെ മറ്റൊരു വിപ്ലവകരമായ നീക്കം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആർപ്പൂക്കരെയാണ് ചാവറയച്ചൻ ആദ്യം സ്കൂൾ സ്ഥാപിച്ച്. അദ്ദേഹം ആദ്യം സ്കൂൾ സ്ഥാപിക്കുമ്പോൾ കുട്ടികൾ വരുന്നില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ വരാൻ വീടുകളിൽ പോയി ചോദിച്ചപ്പോൾ കഴിച്ചുകൊണ്ട് വരാനില്ല, ഉടുത്തുകൊണ്ട് വരാനൊന്നുമില്ല. അപ്പോഴാണ് പാടങ്ങൾ പാട്ടത്തിനെടുത്ത് നെല്ല് കൃഷി ചെയ്യിച്ച് അതിൽ അരിയാക്കി ഈ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ കൊടുത്ത് അദ്ദേഹം ആ കഞ്ഞി കുടിച്ചതിന് ശേഷം സ്കൂളിൽ കൊണ്ടുവരുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയെന്ന് പറയുമ്പോൾ ഉച്ചക്കഞ്ഞിയുടെ ആദ്യത്തെ പഞ്ചാബാരാണെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ് എന്നുള്ള അഭിമാനത്തോടെ പറയും. അപ്പോൾ നാനാജാതി മതസ്ഥരെ എല്ലാ ജാതികളിലും പെട്ട അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പിന്നോക്കക്കാരായിട്ടുള്ള ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ഇങ്ങനൊന്നും നോക്കാതെ
അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും പ്രവേശനം എന്ന ആശയം മുന്നോട്ട് വെച്ച് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ചാവറയച്ചനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവോത്ഥാന നായകരിൽ അഗ്രഗണ്യൻ 1805 1851 ശ്രീനാരായണ ഗുരുസ്വാമികൾ, 1862 മക്കൾ മഹാത്മാ അയ്യങ്കാളി. ഇത്തരം ആളുകൾ നവോത്ഥാന നായകന്മാരെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ സെൻട്രൽ ട്രാവൻകൂർ ഉൾപ്പെടെ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ തിരിതൊളിച്ചുകൊണ്ട് അക്ഷരങ്ങളുടെ ഏറ്റവും വലിയ ദീപങ്ങൾ നമുക്കിവിടെ മുമ്പിൽ തെളിയിച്ച് യഥാർത്ഥ വഴിത്താരം വെട്ടിത്തുറന്നു തന്നത് വിശുദ്ധ ചാവറയച്ചനാണ്. അതുകൊണ്ട് തന്നെയാണ് ചാവറയച്ചന്റെ ഈ വലിയ ദൗത്യം ആദ്യമായി കേരള നിയമസഭയിൽ രേഖകളിൽ കൊണ്ടുവരാൻ ഈ പ്രശ്നം ഞാൻ സഭയിൽ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് എഴുതി കൊടുത്ത് ഞാൻ അത് സബ്മിഷനിലൂടെ സഭയിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് ചാവറയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു മ്യൂസിയത്തിന് വേണ്ടി 1 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചത്. അപ്പോൾ ആദ്യമായി യഥാർത്ഥത്തിൽ ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ ചാവറയച്ചന്റെ നാമം വന്നത് ഈ ഗവൺമെന്റ് കാലത്താണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഒരുക്കിയെടുത്തു. അത് അത്രത്തോളം അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തെ ഇന്നും നമുക്ക് ആദരിക്കുകയും ബഹുമാനം പുതിയ തലമുറയ്ക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. അത് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് അക്ഷരം പഠിക്കാനുള്ള അവസരം ഉണ്ടായത്, എങ്ങനെയാണ് നമുക്ക് പ്രസ്സുകൾ ഉണ്ടായത്, അച്ചടി ഉണ്ടായത്. ഒരുപക്ഷെ ചാവറയച്ചൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രസ്സും ഉണ്ടായില്ല, വിദ്യാഭ്യാസം തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഞാനും നിങ്ങൾ എത്തുമായിരുന്നില്ല. നമുക്ക് 4 അക്ഷരം പഠിക്കാൻ അതിനുള്ള കലാലയങ്ങൾ ഉണ്ടായത്, അതിനുള്ള വഴിത്താരങ്ങൾ ഉണ്ടായത്, എല്ലാ ജാതികളിലും മതങ്ങളിൽപ്പെട്ടവർക്ക് വരാനുള്ള അവസരം ഉണ്ടായത്, ഇതെല്ലാം ചാവറയച്ചന്റെ വിപ്ലവകരമായ പ്രവർത്തനമാണ്. എന്ന് മാത്രമല്ല ചാവറയച്ചന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം പ്രസംഗിക്കാനുള്ള ഉള്ളടക്കമുണ്ട്. അദ്ദേഹം പവിത്രമായ കുടുംബബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹം സമയം കിട്ടുമ്പോഴെല്ലാം വീടുകളിൽ പോകുമായിരുന്നു. വീടുകളിൽ പോയി എങ്ങനെയാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള മക്കളുടെ ബന്ധം, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം, വിട്ടവരും ഉടയവരും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, പവിത്രമായ ബന്ധങ്ങൾ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ഏറ്റവും സുപ്രധാനമാണ്. അപ്പോൾ ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല കുടുംബ ബന്ധങ്ങളെ അദ്ദേഹം ഊട്ടിയുറപ്പിച്ചത്. അപ്പോൾ അത് മാത്രമല്ല, അവസാനം പറഞ്ഞു, നിങ്ങൾ ഓരോ ദിവസത്തെയും വരുമാനവും നിങ്ങളുടെ ഓരോ മാസത്തിലെയും വരുമാനം എടുക്കുമ്പോൾ അതിൽ മിച്ചം 100 രൂപ നിങ്ങൾക്ക് മിച്ചമുണ്ടെങ്കിൽ അത് 5 രൂപ നിങ്ങൾ പൊതുകാര്യത്തിന് മാറ്റി വയ്ക്കുക. അത് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം എന്നത് അങ്ങനെയാണ്. അത് സ്ഥാപിക്കാനുള്ള അവസരം ഉണ്ടായത് അങ്ങനെയാണ്. അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പുതിയതായി പുറകെ വന്ന് തലമുറയ്ക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന സാഹചര്യവും സംജാതമായി. ഇത് മറക്കാൻ കഴിയുമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വെട്ടിത്തുറന്ന വഴി ആ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിച്ച മുഴുവൻ ജ്ഞാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ഒരു പുതിയ തലമുറയെ കൈപിടിച്ചുയർത്താൻ, പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളും പടയോട്ടങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥ രൂപത്തിൽ ഉയർത്തിപ്പിടിക്കാനും വിശദീകരിക്കാനും ആ കാലഘട്ടത്തിൽ അതിനുശേഷം വന്നവർ പരിശ്രമിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അത്രത്തോളം ഇത് വട്ടി പാടാത്ത രൂപത്തിലേക്ക് വന്നത്. നമ്മുടെ നാടിന്റെ ഇന്നത്തെ പുരോഗതിയുടെ അടിസ്ഥാനം എടുക്കുമ്പോൾ നവോത്ഥാന നായകർ ഉഴുതുമറിച്ച മണ്ണിലാണ് നമ്മളെല്ലാം ഇന്ന് കാണുന്ന സാമൂഹികവും സാംസ്കാരികവുമായ ഉയർച്ചയിലേക്ക് കടന്നു വരുന്നത്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ മാറിയത്. അവിടെ നമുക്കറിയാം, കുമാരനാശാനെ പോലുള്ള കവികൾ, കുമാരനാശൻ 1882 ജനിക്കുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം അദ്ദേഹം വേണ്ടിയിട്ടുള്ള കാവ്യഭാവനകളെല്ലാം, അത് വീണപൂവായിരുന്നാലും ശരി, ഗ്രാമവൃക്ഷത്തിലെ കുവിലായിരുന്നാലും ശരി, ശില്പപ്രസമായിരുന്നാലും ശരി, നളിനിയായിരുന്നാലും ശരി, ഗീതയായിരുന്നാലും ശരി, ചിന്താവിഷ്ടിയായ സീതയായിരുന്നാലും ശരി, അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം സൃഷ്ടിച്ച ദുരവസ്ഥയായിരുന്നാലും ശരി, ചണ്ടാലവൃഷ്ടിയായിരുന്നാലും ശരി, ഏറ്റവും അവസാനത്തെ കരുണയായിരുന്നാലും ശരി, ഇതെല്ലാം ഒരു കാലഘട്ടത്തിലെ സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്തിയ ഏറ്റവും വലിയ കാവ്യഭാവനകളും തൂലികയെ പടവാളാക്കിക്കൊണ്ട് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കാവ്യശേഖരങ്ങളുമായിരുന്നു. കുമാരനാശാനെ പോലെ തന്നെ ഉള്ളൂരും വള്ളത്തോടും അടക്കമുള്ള ആ കവിഭാവനകൾ ആ രൂപത്തിൽ മുന്നോട്ട് വരികയുണ്ടായി. ഇങ്ങനെ നവോത്ഥാന നായകന്മാരും കവികളും ഉഴുതുമനുഷ്യരും മണ്ണിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വർത്തമാന കാലഘട്ടത്തിലെ ഈ ഐക്യകേരളം ജന്മമെടുക്കുന്നതിന് 1956 നവംബർ 1. ഇവിടെ ഇപ്പൊ നമ്മൾ 77ാമത് വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു പ്രാധാന്യം കൂടി ചൂണ്ടിക്കാണിക്കും. ഇന്നലെ നമ്മുടെ രാഷ്ട്രം റിപ്പബ്ലിക് ആയതിന്റെ 77ാമത് പിറന്നാളായി ആഘോഷിക്കുന്ന ദിനം കൂടിയായിരുന്നു എന്നത് ഏതായിരുന്നാലും ഒരുപോലെ നമുക്കത് ആഘോഷിക്കാൻ കഴിയുമ്പോൾ രാജ്യം റിപ്പബ്ലിക്കായ ഘട്ടത്തിൽ തന്നെ ആർപ്പുകരി സ്കൂൾ ഉണ്ടായിരുന്നു എന്നതും ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന മറ്റൊരു കാര്യമാണ്.
അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഭരണഘടനയെ നിശ്ചയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. ഭരണഘടനയിൽ നമ്മുടെ 286 പേരുള്ള ഭരണഘടനാ ശില്പികൾ കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലിയിൽ ആദ്യം ചർച്ചകളിൽ പങ്കെടുത്ത് ഈ വലിയ രൂപത്തിലുള്ള ഈ മഹാഭാരതത്തിന്റെ ഇന്ന് കാണുന്ന ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ എത്രയോ പണ്ഡിതന്മാർ മഹാനായ അംബേദ്കറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളുടെ പരിണതഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ന് കാണുന്ന രൂപത്തിലായി ഒരു ഭരണഘടനയും പരിപാലനമായി നമുക്കുണ്ടായത്. ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആദ്യം കൊടുക്കുന്ന വാചകം വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. ആ പ്രിയാമ്പിളിൽ കൊടുക്കുന്ന സന്ദേശം സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിരിക്കണം എന്ന് തന്നെയാണ്. ആ റിപ്പബ്ലിക്കിന്റെ 77ാമത്തെ ദിനമായിരുന്നു ഇന്നലെ നമ്മൾ ആഘോഷിച്ചത്. ഇത് ആഘോഷിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഭരണഘടന നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഭാരതീയനും ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്ത് നിർഭാഗ്യവശാൽ ഉത്തരപൂർവ്വ ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തിയായ കടന്നാക്രമണം വരും. ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചു, സമർപ്പിത ജീവിതവുമായി സമൂഹത്തിൽ കഴിയുന്ന സന്യാസി ഈ സമൂഹത്തിൽ 2 പേരെ കയ്യാമം വെച്ച് കൽത്തുറക്കടയ്ക്കും. എന്തിനായിരുന്നു? അവർ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ രൂപത്തിൽ വിലങ്ങുതടിയായി മാറുന്ന ഒരു കൂട്ടം വർഗീയവാദികൾ. അതിനെതിരായി അവർ ബന്ധു സംഘടിപ്പിക്കുന്നു. അവർ എടുത്ത കേസാണെങ്കിലോ ആ കേസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും അപകടകരമായി രാജ്യദ്രോഹ കുറ്റമാണ് നമ്മുടെ സന്യാസി സമൂഹത്തിന്റെ പേരിൽ സമർപ്പിത ജീവിതവുമായി വരുന്ന കർത്താവിന്റെ മണവാട്ടുകാരുടെ പേരിൽ അവരെടുത്ത കേസുകൾ എത്ര വലിയ രൂപത്തിൽ നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇത് ഭരണഘടനയുടെ വെല്ലുവിളിയാണ്. ഇന്നലത്തെ പത്രത്തിൽ വായിച്ചിട്ടുള്ള ആൾക്കറിയാം, നെറ്റിൽ നോക്കിയവർക്കറിയാം, ഇന്നലെ സുപ്രധാനമായ മറ്റൊരു സംഭവം ഉണ്ടായി. ഒഡീഷ സംസ്ഥാനത്തെ കോരാട്ടൂർ ജില്ലയിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ഇന്നലെ ഒരു സർക്കുലർ ഇറക്കി. മിനിഞ്ഞാന്ന് രാത്രിയാണ് സർക്കുലർ ഇറക്കിയത്. ആ സർക്കുലറിൽ പറയുന്നത് മറ്റൊന്നുമല്ല, ഇന്നലെ ആരും മാംസാഹാരം കഴിക്കരുത്, മുട്ട കഴിക്കരുത്, അതേപോലെ തന്നെ അത് വിൽക്കരുത്, അത് വാങ്ങരുത്, അത് ഉണ്ടാക്കരുത്, അതിന്റെ കടകൾ തുറക്കരുത്. ഈ രൂപത്തിൽ ഒരു കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ആ കളക്ടർ പേര് മനോജ് സത്യൻ ഫലാൻ എന്നാണ്. ആ ഉത്തരവ് കണ്ടപ്പോൾ ആൾ നമ്മളെ അത്ഭുതപ്പെട്ടു പോയി, ഞെട്ടിപ്പോയി. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന കൊടുക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോയി ഏത് ഭക്ഷണം കഴിക്കാനും കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള സൗകര്യം ഈ ഭരണഘടന നൽകുന്നു. ഏത് ആചാരത്തിലും ഏത് അനുഷ്ഠാനത്തിലും ഏത് പ്രദേശത്തിലും ഏത് ഭാഷയിലും ഏത് വേഷത്തിലും ഒക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പരിപാലനമായ ഭരണഘടനയോ വെല്ലുവിളിക്കലാണ് ഇന്നലെ യഥാർത്ഥ കളക്ടർ ചെയ്തത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതിനെതിരെ നടപടി വരുന്നതിന്റെ ഭാഗമായി ഇപ്പോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന രൂപത്തിലാണ്. എന്നിരുന്നാലും ചെയ്യാൻ കളക്ടർക്ക് എങ്ങനെ തോന്നുന്നു? ഒരു രാജ്യത്തിന് മുമ്പാകെ മതനിരപേക്ഷ ഭാരതത്തിൽ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വേഷം ധരിക്കണം, എന്ത് ഭാഷ സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഞങ്ങളാണെന്ന് പറയാൻ ഭൂരിപക്ഷ വർഗീയത ഇളകിയാടുന്ന കാലഘട്ടമാണ്. നമുക്ക് സംസ്കാര സമ്പന്നമായ സാമൂഹ്യ സാഹചര്യത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന പരിപാലനമായ വീക്ഷണം ഹൈന്ദവനാകട്ടെ, ഇസ്ലാമിയാകട്ടെ, ക്രൈസ്തവരാകട്ടെ, പാഴ്സിയാവട്ടെ, ജൈനനാകട്ടെ, ബൗദ്ധനാവട്ടെ, അവരെല്ലാം ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ. ഏത് ഭാഷയും ഏത് വേഷവും ഏത് വിശ്വാസവും വെച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈ രാജ്യത്തെ ഓരോ പൗരനും സംരക്ഷണം നൽകുന്നതാണ് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന. ആ പരിപാലനമായ ഭരണഘടനയെ വെല്ലുവിളിക്കലാണ് ഈ സംഭവം എന്ന് എടുത്തു ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിശ്ചയമായും ഈ കലാലയത്തെ സംബന്ധിച്ചോളം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ അർത്ഥത്തിലും മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് പഠിച്ചു വരുന്നവരാണ്. ഞാൻ എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾ A+ വാങ്ങുന്നവർക്കെല്ലാം പ്രത്യേകമായി ട്രോഫി കൊണ്ട് ഗവൺമെന്റിനായി കൊടുക്കാറുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഈ കലാലയത്തിൽ എല്ലാ വർഷവും അങ്ങനെ കുട്ടികൾ A+ വാങ്ങുന്നവരുടെ നമ്പർ ഏറ്റവും കൂടുതൽ ഈ പഞ്ചായത്തിൽ വരുന്നത് ഈ സ്കൂളിലാണ് എന്ന കാര്യവും ഞങ്ങളുടെ കണക്കിൽ ശ്രദ്ധേയമായിട്ടുണ്ട് എന്നെടുത്ത് പറയുകയാണ്. അപ്പോൾ നല്ല രൂപത്തിൽ പഠനം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ A+ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ 100% വിജയം എത്രയോ നാളായി നമ്മൾ നേട്ടം കൈവരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാത്തൊരു ശക്തിയായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ രൂപത്തിലാണ് നമ്മുടെ വിജയം എന്ന കാര്യവും എടുത്തു സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് എല്ലാ നിലയും നമ്മുടെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള ഉപദേശമായി 2 കാര്യം മാത്രമാണ്. ഒന്ന്,
നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ SSLC കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് വിഷയങ്ങളിലേക്ക് വരണം എന്നുള്ളത് 8, 9, 10 ക്ലാസ്സുകളിൽ ഒരു കരിയർ ഗൈഡൻസ് വേണം. ആ കരിയർ ഗൈഡൻസ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരുമാണ്. അതുപോലെ തന്നെയാണ് അവർ കരിയർ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ +1 വരുമ്പോൾ ഏത് വിഷയം ഓപ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. ഓരോ കുട്ടിയിലും ഓരോ വിഷയത്തിനെ സംബന്ധിച്ചുള്ള ഒരു സർഗവാസന അവർക്കുണ്ടാകും. ഏത് വിഷയമാണോ അവർക്ക് അഭിരുചി ആ വിഷയത്തിലായിരിക്കണം ആ കുട്ടിയെ കൈപിടിച്ച് ചേർക്കുന്നത്. രക്ഷകർത്താക്കൾ ഒരിക്കലും കുട്ടികളെ ഇന്ന വിഷയത്തിന് പോകണമെന്ന് അവർ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാലുള്ള അപകടം മറ്റൊന്നുമല്ല. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഞാൻ പല സ്ഥലത്ത് സൂചിപ്പിച്ചു. ഒന്നല്ല, നിരവധി അനുഭവങ്ങളുടെ മുമ്പിൽ വന്നത് +2 പാസ്സായ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഡോക്ടറായി കാണണമെന്നുള്ള ആഗ്രഹം അച്ഛൻ. കുട്ടിക്ക് ഡോക്ടറായി പഠിക്കാൻ ഈ സയൻസ് വിഷയത്തോട് താല്പര്യമില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്കതിനെ വിഷമാണ് ആ വിഷയം പഠിക്കാൻ. പക്ഷെ അച്ഛൻ നിർബന്ധിച്ചു. നേരെ ആ കുട്ടിയെ കൊണ്ടുപോയി ബ്രില്യൻറ്റിൽ കോച്ചിങ് ക്ലാസ്സിലാക്കി. 1ാമത്തെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല, 2ാമത്തെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല.